ഇന്നത്തെ ബാർസലോണ വേഴ്സസ് എൽച്ചെ മാച്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ബാഴ്സയുടെയും എൽച്ചയുടെയും കഴിഞ്ഞ ഒരു 5 മത്സരങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 5ലും ബാഴ്സ വ്യക്തമായ ലീഡോടുകൂടെയാണ് എൽച്ചയായിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എൽച്ചെ ഒരിക്കലും ചെറിയ ടീമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിനെ തളർത്തിയ ചെറിയ ക്ലബ്ബുകളുടെ കൂട്ടത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നൊരു ക്ലബ്ബ് തന്നെയാണ് എൽച്ചെ എന്ന് പറയുന്നത്. നിർണായകമായിട്ടുള്ള മത്സരമാണ് എൽച്ചയുമായിട്ട് റയൽ മാഡ്രിഡ് സമനിലയിൽ കുരുങ്ങുന്നത്. സോ ആ ഒരു സമയത്ത് പോലും കഴിഞ്ഞ സീസണിൽ വരെ കൃത്യമായ രീതിയിലൂടെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കഴിഞ്ഞ സീസണിൽ ഫേസ് ടു ഫേസ് എൽച്ചെ വേഴ്സസ് ബാഴ്സലോണ എന്ന് പറയുന്നത് വളരെ വളരെ മികച്ച രീതിയിലുള്ള മത്സരമാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല പുതിയ ബാഴ്സലോണ, അതായത് ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ പുള്ളിയുടെ ശൈലി ആ ഒരു ശൈലി തന്നെ കളിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് പുതിയ കുറേ പ്ലേയേഴ്സ് ബാഴ്സലോണ ക്ലബിന് എങ്ങനെയാണ് സഹായമായിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചു നോക്കുമ്പോൾ ആസ് എ ഫുട്ബോൾ ഫാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടീം വെച്ച് ഒരു പക്ഷേ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കാം. പക്ഷേ അവിടെ ഒരു വിലങ്ങ് തടിയാവുന്നത് ഇപ്പോഴും ഇവരുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഡിഫൻസിൽ ഇപ്പോഴും ഒരു വിടവ് കാണുന്നുണ്ട്. ബാഴ്സലോണക്ക് കൃത്യമായിട്ടുള്ളൊരു വിടവ് കാണുന്നുണ്ട്. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കളിക്കുന്ന, അല്ലെങ്കിൽ ഇന്നിപ്പോൾ എൽച്ചെ കണ്ട ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബോൾ കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ കേസ് എങ്ങനെയെങ്കിലുമൊക്കെ കൺവേർട്ടായ ബോൾ റിസീവ് ചെയ്തത് ക്ലിയർ ആയിട്ടത് ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാനോ ഉള്ള ഒരു സ്ട്രൈക്കർ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഇന്ന് എൽച്ചെക്ക് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്കറിയാം ബാഴ്സ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ടീമാണ്. സെക്കൻഡ് ഹാഫിൽ ബാഴ്സയുടെ പ്ലേയിങ് സ്റ്റൈലേ മാറി. ഫസ്റ്റ് ഹാഫിൽ കൃത്യമായിട്ട് കളി കണ്ട എല്ലാവർക്കും അറിയാം എൽച്ചെ നല്ല രീതിയിൽ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് തുടക്കം മുതൽ ഫസ്റ്റ് വിസിൽ മുതൽ ഈ റാഫിഞ്ഞ പെനാൾട്ടി എടുത്ത ശേഷം പോലും സാധാരണഗതിയിൽ ഒരു ചെറിയ ടീം ബാഴ്സയായിട്ടൊക്കെ കളിക്കുന്ന സമയത്ത് ബാഴ്സ ഒരു ഗോൾ ലീഡ് നിൽക്കുന്ന സമയത്ത് ബാഴ്സയാണ്. കാരണം അവർ ഒന്നടിച്ചു കഴിഞ്ഞാൽ വീണ്ടും തുരുതുര ഗോള് അടിച്ച് പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ അടിച്ചിട്ടുള്ള ടീമാണ്. എങ്കിൽ കൂടെ എൽച്ചെ പതറിയിട്ടില്ലായിരുന്നു. എൽച്ചെ കൃത്യമായിട്ട് പ്രഷർ ചെയ്തിട്ട് തന്നെയാണ് ആ ഫസ്റ്റ് ഹാഫ് മൊത്തം കളിച്ച് തീർത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് മത്സരം കടക്കുന്ന സമയത്ത് അതുവരെ ബാഴ്സലോണയിൽ നിന്ന് നമ്മൾ എന്താണോ കാണാത്തത് അത് കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ ഗെയിം സ്റ്റൈൽ മൊത്തം മാറുകയാണ്. ബാഴ്സലോണ സെക്കൻഡ് ഹാഫിൽ കളി വേഗത്തിലാക്കുകയാണ്. അതിന് കൂടുതൽ സഹായമായിട്ടുള്ളത് ബാഴ്സയുടെ, അതായത് ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു പക്ക ആപ്റ്റായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. ഇന്ന് നമ്മൾ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ കണ്ട ബാഴ്സലോണ ഇതേ ലെവലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു വിഷയം ഒഴിച്ചത് ഡിഫൻസിലുള്ള ആ ഒരു വളരെ വലിയ വീഴ്ച തന്നെയാണ്. അത് പരിഹരിച്ചില്ല എങ്കിൽ മറ്റ് ക്ലബ്ബുകളായിട്ട് കളിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിച്ചേക്കാം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ബാഴ്സക്ക് അവിടെ ഒരു പക്ഷേ പതറിപ്പോവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻ കേസ് ബാക്കിയുള്ള മാച്ചുകളുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ഈ ഒരു ടീം വെച്ച് അവർക്ക് UCL നേടാനുള്ള സാധ്യതയുണ്ട്. എല്ലാവിധ പരിപാടികളും സെറ്റാണ്. സോ ഇനിയുള്ള മാച്ചുകൾ കാണാം, കണ്ട് നമുക്ക് അതിനെ അവലോകനം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സന്ധിക്കവരേക്കും വണക്കം ഗൈസ്.